ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കന്മാരെ, ഈ ഞായറാഴ്ചത്തെ വചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നോമ്പിന്റെ യഥാർത്ഥ ചൈതന്യം നമ്മളെ മനസ്സിലാക്കുന്ന വചനഭാഗങ്ങളാണ് നൽകുന്നത്. നമുക്കറിയാം, ഈ നോമ്പില് പ്രത്യേകിച്ച് മലങ്കര സഭയിലെ വായനകളിലൂടെ കടന്നു പോകുവാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദ്യത്തെ നോമ്പിന് മുമ്പുള്ള ഞായറാഴ്ചയ്ക്ക് ശേഷം എല്ലാ ഞായറാഴ്ചത്തെയും വചനഭാഗങ്ങളിലും ഏതെങ്കിലും ഒരു സൗഖ്യത്തിന്റെ കഥയാണ് സുവിശേഷത്തിൽ നാം കേൾക്കുന്നത്. നമ്മൾ ഈ ഞായറാഴ്ച വായിച്ചു കേൾക്കുന്നതിൽ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയ ആ വചനഭാഗമാണ്. ആ വചനഭാഗത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, അതിൻ്റെ അന്തസത്ത നിലനിൽക്കുന്നത് രോഗസൗഖ്യത്തിന് മുന്നോടിയായി പാപങ്ങൾ ക്ഷമിക്കുന്ന ക്രിസ്തുനാഥനെ കണ്ടുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങൾ എടുത്തു കളയുവാൻ വേണ്ടി തന്നെയാണ്. കുരിശിൽ നാം ദർശിക്കുന്നത് ഓരോ പാപങ്ങളും അവന്റെ ശരീരത്തിൽ തന്നെ സ്വീകരിച്ച ക്രിസ്തുനാഥനെയാണ്. സ്ലീവായിൽ ഈശോ മരിക്കുമ്പോൾ നമ്മളെ ഓർക്കേണ്ടതും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുമായ ചിന്ത തീർച്ചയായും എപ്രകാരമാണ് ഈശോ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച് നമുക്ക് സൗഖ്യം നൽകി എന്നത് തന്നെയാണ്. ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുന്നോടിയായി ഈശോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത്. നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്, ഞാൻ ഈ വസ്തു ഉപേക്ഷിച്ചു, ഈ ഭക്ഷണം ഉപേക്ഷിച്ചു എന്നുള്ളതല്ല. ഈ 50 നോമ്പിൽ മുഴുവനുമായി ഏത് പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്, അതിനുവേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത് എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ എല്ലാം വിശക്കുവരനായ ഈശോ മിശിഹ നമ്മെ സൗഖ്യപ്പെടുത്തുവാനായി അവിടുത്തെ സ്പർശത്തിലൂടെ നമ്മുടെ പാപ മുള്ളുകൾ അതേപടി എടുത്തു കളയുവാനായി വന്നിരിക്കുകയാണ്. എൻ്റെ ജീവിതം ഞാൻ ഈശോന്റെ മുൻപിൽ തുറന്നു വെക്കുന്നുണ്ടോ? ഈശോ മിശിഹായുടെ മുൻപിൽ എൻ്റെ ഹൃദയം ഞാൻ തുറന്നു വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ മുള്ളുകൾ ഓരോന്നായിട്ട് എടുത്തു കളയുവാൻ ശക്തിയുള്ള നാഥനാണ് നമ്മുടെ ദൈവമെന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ മുള്ളുകൾ, നമ്മളെ വേദനപ്പെടുത്തുന്ന, ഈശോയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന മുള്ളുകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ വേരുകൾ എടുത്തു കളയുവാനായി നമുക്ക് പരിശ്രമിക്കാം. എപ്രകാരമാണ് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ഈ രീതിയിൽ ആ മുള്ളുകൾ എടുത്തു കളയുക എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, പ്രത്യേകിച്ച് മലങ്കര പാരമ്പര്യത്തിലെ നമ്മുടെ യാമ പ്രാർത്ഥനകളിലൂടെ എല്ലാം നാം കടന്നു പോകുമ്പോൾ എപ്രകാരമാണ് ഈ പാപമുള്ളുകൾ എടുത്തു കളയുക എന്നുള്ളതിൻ്റെ ചിന്തകൾ ആ പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് നൽകപ്പെടുന്നുണ്ട്. അതിലൂടെ മാത്രമല്ല, ഈശോ മിശിഹായുടെ പീഡാനുഭവത്തെ കുറിച്ചുള്ള ധ്യാനത്തിലൂടെയും ചില പാപങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത ആഴപ്പെട്ട് ആ പാപത്തിന് വിപരീതമായി ഈശോയെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ കുംഭസാരത്തിലും വിശുദ്ധ കുർബാനയിലും വിശക്കുവരനായ ഈശോ നമ്മെ സ്പർശിച്ച് നമ്മുടെ പാപമുള്ളുകൾ എടുത്തു കളയുവാനുള്ള കൃപ അവിടുന്ന് നൽകുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, കുംഭസാരത്തിൽ യഥാർത്ഥത്തിൽ ഈശോ നമ്മോട് സംസാരിച്ച് നമ്മുടെ ആ പാപമുള്ള് എടുത്തു കളയുവാനുള്ള വലിയ ആഹ്വാനവും അതിനപ്പുറം എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായ പ്രബോധനവും വൈദികനിലൂടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയെ കുറിച്ച് മാർ അപ്രയം പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് തന്നെയാണ് അഗ്നി നാവുകളുടെ രൂപത്തിൽ വിശുദ്ധ കുർബാനയായി ഇറങ്ങി വരുന്നത്. നമുക്കറിയാം, മലങ്കര പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത് തീ എന്ന് തന്നെയാണ്. നമ്മളെ വിശുദ്ധീകരിക്കുന്ന റൂഹാദ കുദിശ ആണ് പരിശുദ്ധാത്മാവ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ആ വിശുദ്ധീകരണം ഉണ്ടാകുവാൻ വിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് സാധിക്കും. അതുകൊണ്ട് നോമ്പിന്റെ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
യേശുവിൻ്റെ യഥാർത്ഥ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഈശോ മിശിഹ നമുക്ക് നൽകുന്ന സൗഖ്യം സ്വീകരിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ നോമ്പിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൂടുതലായി ദൈവത്തെ സ്നേഹിച്ച് അവിടുന്ന് ലഭിക്കുന്ന സൗഖ്യം ലഭിച്ചുകൊണ്ട് നമ്മുടെ പാപമുള്ളുകൾ എടുത്തു കളയുക എന്നത് തന്നെയാണ്. ആ ഒരു ചിന്ത ഈ നോമ്പ് കാലത്ത് ഉടനീളം നമുക്കുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.